നമസ്കാരം. ടിറ്റ് ഫോർ ടാറ്റ് അഥവാ എതിരാളിക്കൊരു പോരാളി എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ദ്വന്ദ്വയുദ്ധം നടത്തുന്ന രീതി തുടരുകയാണ് തമിഴ്നാട്ടിൽ. ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഉദ്യോഗസ്ഥരെ തങ്ങളുടെ ചുമതലകളിൽ നിന്ന് തടഞ്ഞതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തതാണ് പുതിയ വാർത്ത. തമിഴ്നാട്ടിൽ ഇഡി രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നു എന്ന ആരോപണം മുന്നോട്ട് വെച്ച തമിഴ്നാട് സർക്കാർ ഇഡിയുടെ മധുര സബ് സോണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രിജേഷ് ബെനിവാളിനും മറ്റും സ്റ്റേഷനിൽ ഹാജരാകാൻ തള്ളക്കുളം പോലീസ് സമൻസ് അയച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നേരത്തെ ഒരു ഇഡി ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇഡിയും തമിഴ്നാട് പോലീസും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു. ദിണ്ടിഗൽ ജില്ലയിലെ ഒരു ഡോക്ടറിൽ നിന്നും 20 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കൈക്കൂലി സഹിതം പിടിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച് ഡിസംബർ 1 ഇഡി ഉദ്യോഗസ്ഥൻ അങ്കിത് തിവാരിയെ സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇഡി രജിസ്റ്റർ ചെയ്ത കേസ് അവസാനിപ്പിക്കാൻ എന്ന പേരിൽ തിവാരിയും ഇഡി ഉദ്യോഗസ്ഥരുടെ സംഘവും നിരവധി ആളുകളെ ഭീഷണിപ്പെടുത്തുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു. സംസ്ഥാന അഴിമതി നിരോധന വിങ്ങിലെ ഉദ്യോഗസ്ഥർ ദിണ്ടിഗലിൽ 20 ലക്ഷം രൂപയുമായി ഇയാളെ പിടികൂടി. മധുരയിലെ ഇഡി ഓഫീസിലും അവർ പരിശോധന നടത്തി. ഈ കേസിൽ വിചാരണ കോടതിയും മദ്രാസ് ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ച തിവാരി ഇപ്പോഴും ജയിലിലാണ്. ഇഡിക്കെതിരെ തമിഴ്നാട് പോലീസ് ഫയൽ ചെയ്ത പുതിയ കേസിൽ ഡിസംബർ 1 തിവാരിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തിവാരിയുടെ ഓഫീസുകൾ പരിശോധിക്കുന്നതിൽ നിന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥരെ ഇഡി തടഞ്ഞതായി ചൂണ്ടിക്കാണിച്ചാണ് തമിഴ്നാട് പോലീസ് സമൻസ് അയച്ചത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ അങ്കിത് തിവാരിയുടെ ചേംബറിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തമിഴ്നാട് തിരച്ചിൽ സംഘത്തെ 3 മണിക്കൂറിലധികം തടഞ്ഞുവെന്ന് അവർ മധുര സിറ്റി പോലീസിൽ പരാതി നൽകി. ഡെപ്യൂട്ടി ഡയറക്ടർ ചെന്നൈയിലുണ്ടെന്നും തിരച്ചിൽ അനുവദിക്കാൻ മധുരയിലേക്ക് വിമാനം കയറുകയാണെന്നും അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചെങ്കിലും അദ്ദേഹം വന്നില്ലെന്നാണ് പരാതിയിൽ പറഞ്ഞത്. ഒടുവിൽ തിരച്ചിൽ നടത്താൻ തങ്ങൾക്ക് ലോക്കൽ പോലീസിന്റെ സഹായം തേടേണ്ടി വന്നു എന്നും അവരുടെ പരാതിയിലുണ്ട്. ഇതോടെ ഇഡി തങ്ങളുടെ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് അവരുടെ ഡൽഹി ആസ്ഥാനത്തേക്ക് മാറ്റി. ലോക്കൽ പോലീസിന്റെ ഇടപെടൽ ഭയം മൂലമാണ് ഇതെന്ന് ഇഡി വൃത്തങ്ങൾ പത്രങ്ങളോട് പറഞ്ഞു. ഇഡി നേരത്തെ തമിഴ്നാട് അഴിമതി നിരോധന വിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയെങ്കിലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല എന്ന ആരോപണവും ഇഡി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സെർച്ച് കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത രേഖകളും മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട ഇഡിയുടെ സെൻസിറ്റീവ് കേസ് രേഖകളും ഉൾപ്പെടെ വിവരങ്ങളും ആധികാരിക രേഖകളും തമിഴ്നാട് സംഘം കൈക്കലാക്കി മുഴുവൻ ഓഫീസും കൊള്ളയടിച്ചതായി ബെനിവാളിന്റെ പരാതിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ ആ തീയതിയിൽ ഇഡിയിൽ നിന്ന് അത്തരം പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ 2023 ഡിസംബർ 16 നടപടി ആവശ്യപ്പെട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ കത്ത് DGPയുടെ ഓഫീസിന് ലഭിച്ചു. അതിൽ യഥാർത്ഥ പരാതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് അയക്കുന്നതിനായി DGP യഥാർത്ഥ പരാതിക്കൊപ്പം ഓർമ്മപ്പെടുത്തൽ കത്തും മധുര പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അന്വേഷണത്തിന്റെ ഭാഗമായി മധുരൈ പോലീസ് കമ്മീഷണർ ഇഡി ഉദ്യോഗസ്ഥരെ അവരുടെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ നൽകാൻ ആവശ്യപ്പെട്ട് കത്തയച്ചു. എന്നാൽ അവർ കത്ത് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും തപാൽ വഴി അയക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് തങ്ങൾ രജിസ്റ്റർ ചെയ്ത തപാൽ മുഖേന കത്തയച്ചു, ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല, അവർ ഇതുവരെ അന്വേഷണത്തിൽ എത്തിയിട്ടില്ല എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. ഇഡിയുടെ പരാതിയിൽ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് പറയുന്നത് ശരിയല്ല എന്നും അവർ അവകാശപ്പെട്ടു. എന്തായാലും കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിലുള്ള പോര് കനക്കുമ്പോൾ ആര് വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.